വൈകിട്ട് മക്കൾ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് എളുപ്പത്തിൽ തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി ആട്ടോ ഇന്ന് കാണിക്കുന്നത്. ഉണ്ടാക്കുന്നവർ തന്നെ ആയിരിക്കുമല്ലേ നിങ്ങളൊക്കെ ഇതുപോലെ. അപ്പോൾ അവിൽ വെച്ചിട്ടാണ് ഈ എളുപ്പത്തിലുള്ള സംഭവം നമ്മൾ റെഡിയാക്കി എടുക്കാൻ പോകുന്നത്. ആദ്യം ഒരു പാൻ വെക്കുക, അതിലേക്ക് നമുക്കൊരു 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് നെയ്യ് എത്രത്തോളം വേണോ, അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമുണ്ടോ അത്രത്തോളം നമുക്ക് ചേർത്ത് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഇവിടെ 2 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഒന്നിട്ട് കൊടുക്കുന്നുണ്ട്, ഓപ്ഷണലാണ്. അതുണ്ടെങ്കിൽ കഴിക്കുമ്പോൾ ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ബദാം ഉണ്ടെങ്കിൽ ബദാമും ഒക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ അതൊന്ന് ഇതിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതൊന്ന് നന്നായിട്ട് റോസ്റ്റായിട്ട് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് അവിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ നോർമലായിട്ടുള്ള അവിലുണ്ടല്ലോ, ബ്രൗൺ കളറിലുള്ള അവിൽ, അതാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അതൊരു 3 കപ്പ് എടുത്തിട്ടുണ്ട്. നമുക്ക് എത്ര വേണോ അത്രയും എടുക്കാം. എന്നിട്ട് നമുക്ക് ചെറിയ തീയിലിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ആ ഒരു നെയ്യിൽ നന്നായിട്ട് കോട്ട് ചെയ്യുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അതിങ്ങനെ ക്രിസ്പി ആയിട്ട് വരും കേട്ടോ. അത് റോസ്റ്റായിട്ട് വരുന്ന സമയത്ത് അവിലെല്ലാം ക്രിസ്പി ആയിട്ട് വരും. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ നെയ്യ് വേണ്ടാന്നുള്ളവർക്ക് നെയ്യില്ലാണ്ടേയും ഇതുപോലെ വറുത്തെടുക്കാം കേട്ടോ. നെയ്യില്ലാണ്ടേയും നല്ല ക്രിസ്പി ആയിട്ട് തന്നെ അവിൽ കിട്ടും, ഇതുപോലെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ വറുത്തെടുക്കാമെന്നുണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനെ ചെറിയ തീയിലിട്ടിട്ട് അവിലൊക്കെ നന്നായിട്ട് ക്രിസ്പി ആകുന്ന വരെ നമുക്കൊന്ന് ഇത് വറുത്തെടുക്കാം. ഇനി നമുക്കതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു കേട്ടോ. നല്ല ചൂടിലാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് എത്ര മധുരം വേണം അതിനനുസരിച്ച് ചേർത്ത് കഴിഞ്ഞാൽ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ആട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു ചൂട് പോകുന്നതിന് മുമ്പ് വേണം ഇത് ഇട്ട് കൊടുക്കാനായിട്ട്. ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം പഞ്ചസാര ഇട്ടിട്ട് കംപ്ലീറ്റ് ആ ഒരു പഞ്ചസാര മുഴുവനായിട്ട് ഇങ്ങനെ ആ ഒരു ചൂടിൽ തന്നെ കാരമലായിട്ട് ഈ ഒരു അവിലിൽ കോട്ട് ചെയ്ത് കിട്ടും. ഇതുണ്ടോ, ഇപ്പോൾ കളർ ചേഞ്ച് ആയില്ലേ. അപ്പോൾ ആ പഞ്ചസാരയൊക്കെ ഒന്ന് കാരമലായിട്ട് അവിലിൽ നന്നായിട്ട് കോട്ടായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചൂടാറാൻ വെയിറ്റ് ചെയ്യരുത്. ചൂടാറി കഴിഞ്ഞാൽ ഇതുപോലെ എല്ലാ ഭാഗത്തേക്കും കോട്ടായിട്ട് കിട്ടൂല. അപ്പോൾ അതാ അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ബോട്ടിലൊക്കെ ആക്കിയിട്ട് സൂക്ഷിക്കാം കേട്ടോ. കുറേ നാൾ കേടാവാതെ നല്ല ക്രിസ്പി ആയിട്ട് ഇത് കിട്ടും കേട്ടോ. ഇങ്ങനെ എയർ ടൈറ്റ് ആയിട്ടുള്ള ബോട്ടിലൊക്കെ ആക്കിയിട്ട് സൂക്ഷിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പം ഞാനിതിലേക്ക് എക്സ്ട്രാ ഒരു സംഭവം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിങ്ങനെ കഴിക്കാനും ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. നല്ല കറുമുറയായിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പം ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നല്ല ഫ്രഷ് ആയിട്ടുള്ള ചിരവിയ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ചേർത്ത ആ ഒരു വീഡിയോ മിസ്സായിപ്പോയി. അപ്പോൾ ഞാനിതിലേക്ക് ഒരു 1.5 കപ്പ് തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. തേങ്ങ ചേർത്ത് കൊടുത്താൽ പിന്നെ എടുത്ത് വെക്കാനൊന്നും പറ്റില്ല, ക്രിസ്പിനെസ്സൊക്കെ പോവും. ആ ഉടനെ ചേർത്ത് കൊടുത്ത ഉടനെ തന്നെ നമുക്ക് കഴിക്കണം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ തയ്യാറാക്കി നോക്കുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ല കേട്ടോ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു ദിവസം കാണാം. താങ്ക്